വർഷങ്ങൾക്ക് മുൻപ് ജയിലിൽ ഒരു അടിപിടി നടക്കുമ്പോൾ ഒരു കിളവൻ കക്കൂസിൽ പോവാൻ മാറ്റിവെച്ച വെള്ളം നമ്മുടെ തൂറ്റിക്കൽ സ്റ്റാറായ ബാലയുടെ മേലെ വീഴുന്നു. ആ ദേഷ്യത്തിൽ ബാലയ്യ ആ തൂമക്കണ്ണന്മാരെ അടിച്ചു തെറിപ്പിക്കുന്നു. ജയിലിൽ വെച്ച് അടിയുണ്ടാക്കിയതോടെ ജയിലർക്ക് ബാലയ്യെ വല്ലാണ്ട് ബോധിക്കുന്നു. അങ്ങനെ ജയിലർക്ക് എല്ലാറ്റിനും ബാലയ്യ മതി. അങ്ങനെ ജയിലറെ സോപ്പിട്ട് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് അണ്ണനെ ജയിലർ വെറുതെ വിട്ടു. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ജയിലറെ കാണാൻ ഓറഞ്ചും ആപ്പിളും വാങ്ങി അണ്ണൻ വീട്ടിലേക്ക് പോയി. ജയിലർ അയാളുടെ മകളെ ബാലയുടെ അടുത്ത് കൊടുത്ത് ഊരുതണ്ടാനായി പോയതും വണ്ടി മറിഞ്ഞ അയാൾ ചത്തുപോയി. അതോടെ ആ പെണ്ണ് നമ്മുടെ ബാലയുടെ തലയിലായി. മരിക്കുന്നതിന് മുൻപേ ജയിലർ മോളെ പട്ടാളക്കാരിയാക്കണേ എന്ന് പറഞ്ഞ് അയാൾ സെത്തുപോകുന്നു. അങ്ങനെ തന്തയും തള്ളയും ഇല്ലാത്ത പെണ്ണിനെ നമ്മുടെ അണ്ണൻ തലയിൽ വെച്ചാൽ കൊതുകടിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പ് കടിക്കും എന്നതുകൊണ്ട് കണ്ണിൽ ഉണ്ടംപൊരി പോലെയാണ് വളർത്തിയത്. അവൾ വളർന്നു വലുതായി ശ്രീലലി ചേച്ചിയായി. ചേച്ചിയുടെ ഐറ്റം സോങ്ങും വയറും കാണിക്കാത്ത ഒരേ ഒരു പടം ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ ചത്തുപോയ അവളുടെ ഡാഡിയുടെ ആഗ്രഹം നിറവേറ്റാനായി ആർമിയിൽ കിട്ടാൻ വേണ്ടി അവളെ കൊണ്ട് പല ട്രെയിനിങ്ങുകളും ബാലയെ ചെയ്യിപ്പിച്ചു. പക്ഷേ അഴുക്ക പെണ്ണിന് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. അതിന്റെ ഇടയിൽ പോലീസ് വണ്ടിയിൽ ലീല ചേച്ചിയുടെ വണ്ടി ഇടിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഊക്കുവണ്ടിയായ കാച്ചി വരുന്നത്. പോലീസിന്റെ കയ്യിൽ നിന്നും ഊക്ക് വാങ്ങുന്നു. കാച്ചി സൈലന്റ് ആവുന്നു. അവരെ രക്ഷിക്കാൻ ബാലയ്യ വന്ന് പോലീസിന്റെ വയറ്റിൽ മദ്യമൊഴിച്ച് കത്തിച്ച് ചായ ചൂടാക്കി കുടിക്കുന്നു. അത് പിന്നെ ഗ്യാസിനൊക്കെ എന്താ വില. അതിനുശേഷം പാല് കുടിച്ച് മുഖം കഴുകാത്ത പൂച്ചയെ പോലെയുള്ള നമ്മുടെ ബാലയ്യോട് കാച്ചിക്ക് ക്രഷ് അടിക്കുന്നു. നമ്മുടെ ബാലയെ വളയ്ക്കാൻ വേണ്ടി കാച്ചി ഒരുപാട് നോക്കുന്നു. അറിയാലോ, വെടലനാണ്, വളയില്ല. എന്നാലും വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ നിൽക്കുന്ന ഇയാളെ അവൾക്ക് എന്തിനാവും? ആകാശത്ത് കൂടെ പോണ റോക്കറ്റ് ഏണി വെച്ച് പിടിച്ച് മൂട്ടിൽ വെച്ച് പൊട്ടിക്കുക എന്ന് പറയില്ലേ, ഇതാണ് ഐറ്റം ലീല ചേച്ചി. എല്ലാ വള്ളികളും എരന്നു വാങ്ങുക എന്നതാണ് ഈ പെണ്ണിന്റെ മെയിൻ ഹോബി. ലീല ചേച്ചിയും അവളുടെ ചെക്കനും ഒരു തീയതിക്ക് പോയപ്പോൾ ഏതോ ഒരു വെടലൻ ഓടി വന്ന് ലാപ്ടോപ്പ് ചോദിച്ചതും ഒന്നും നോക്കാതെ ആ പാവത്തെ അവൾ സഹായിച്ചു. അയാൾ അതിൽ കയറ്റി കൊടുത്തത് വില്ലന്റെ കുറച്ച് തുണ്ട് വീഡിയോസ് ആയിരുന്നു. അതോടെ മെയിൻ വില്ലൻ അവളെ തട്ടാനായി തട്ടിക്കൊണ്ടുപോകുന്നു. ലീലയെ തട്ടിക്കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയ ബാലയ്യ പട്ടിക്കാട്ടിലെ സെപ്റ്റി ടാങ്കറും എടുത്ത് വില്ലന്റെ അടുത്തേക്ക് പാലം പൊളിച്ച് പറന്നു വന്നു. ടാങ്കറിലെ ഗ്യാസ് കാരണം ടാങ്കർ 10 മിനിറ്റ് ആകാശത്ത് നിന്നിട്ടാണ് വില്ലന്റെ അടുത്ത് എത്തിയത്. അണ്ണൻ അവിടെ എത്തിയതും ഗുണ്ടകളുടെ ഉണ്ട വരെ അടിച്ചു തൂറ്റിച്ചു കളഞ്ഞു. അണ്ണൻ ഒറ്റയ്ക്ക് ആ 200 ഗുണ്ടകളെ അടിച്ചു തൂറ്റിക്കുന്നു. ഒരു മയമൊക്കെ വേണ്ടേ മൈ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ബാലയും വില്ലനും തമ്മിൽ പണ്ടൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ ബാലയെ പോലീസിലായിരുന്നു. അങ്ങനെ നമ്മുടെ വില്ലന്റെ ഡാഡിയെ ഒരു കേസിൽ നമ്മുടെ ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ വെച്ച് നമ്മുടെ ബാലയുടെ നാറ്റികൾ കാരണം ചങ്ക് പൊട്ടി വില്ലന്റെ ഡാഡി ചത്തുപോയി. അതിൽ ഫീലായ വില്ലൻ കള്ളക്കേസ് കുടുക്കി നമ്മുടെ ബാലയെ ജയിലിലാക്കി. അങ്ങനെയാണ് നമ്മുടെ വില്ലനും ബാലയും വീണ്ടും ക്ലാഷ് ആവുന്നത്. അതൊക്കെ കഴിഞ്ഞ് ബാലയും വില്ലന്റെ ഗുണ്ടകളും ചേർന്ന് ഒരു ഗുഹയിൽ വെച്ചൊരു ഫൈറ്റ്. ഈ നാറികളുടെ കയ്യിൽ നിന്ന് ഒരു തോക്ക് പോലും ഇല്ലേ, അറിയാലോ, വെടലനാണ്. അവസാനം ബാലയും ശ്രീല ചേച്ചിയും വില്ലന്റെ ടീമുമായിട്ടൊരു ഫൈറ്റ്. ലീല ചേച്ചിയെ കയറിൽ കെട്ടി റബ്ബർ പന്ത് പോലെ എല്ലാവരെയും പറത്തി തൂറ്റിച്ചു. അവസാനം വില്ലനെയും കൊല്ലുന്നു.